നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ചായമാൻസയാണ്. മായൻ ചീരയെന്നും മെക്സിക്കൻ മരച്ചീരയെന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. യൂഫോർബിയേസി കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ക്രൈഡോസ്കോളസ് അക്കോണറ്റിഫോളിയസ് എന്നാണ്. ചായമാൻസ അഥവാ മായൻ ചീര എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സസ്യം പോഷകമൂല്യത്തിലും അതുപോലെ തന്നെ ഔഷധ ഗുണങ്ങളിലും മറ്റെല്ലാ ചീരയേക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. മധ്യ അമേരിക്കയാണ് ഇതിൻ്റെ ജന്മനാട്. മായൻ വർഗ്ഗക്കാരുടെ ആരാധനാലയങ്ങളുടെ പരിസരത്താണ് ഇത് കൂടുതലായി വളർന്നു കാണപ്പെടാറുള്ളത്. മായൻ വർഗ്ഗക്കാരുടെ പാരമ്പര്യ ചികിത്സാ രീതിയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഔഷധമാണ് ഈ ചായമാൻസ. ഏകദേശം 2 മീറ്ററോളം ഉയരത്തിൽ വരുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഇലകൾ നക്ഷത്രാകൃതിയാണുള്ളത്. ഒരു കപ്പച്ചെടിയോട് രൂപസാദൃശ്യവും ഇതിനുണ്ട്. കപ്പ നടുന്നത് പോലെ തറി നട്ടാണ് ഇതും വളർത്താറുള്ളത്. മറ്റു ചീരകളേക്കാൾ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, അതുപോലെ വൈറ്റമിൻ സി, അയൺ, പൊട്ടാസ്യം, കാൽഷ്യം തുടങ്ങിയ ധാതു ലവണങ്ങൾ ഇതിൽ ധാരാളമായി കാണപ്പെടുന്നു. ചായമാൻസ രക്തചംക്രമണത്തെ വർദ്ധിപ്പിക്കുന്നു. ദഹനത്തെ സഹായിക്കുവാനും കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കുവാനും ഇതിന് പ്രത്യേക കഴിവാണുള്ളത്. ചായമാൻസ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ കൂട്ടുവാനും അതുമൂലം ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കുവാനും ഉത്തമ ഔഷധമാണ്. ഇത് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു. അതുപോലെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തെയും വളർച്ചയെയും കൂട്ടുന്നു. ചുമയെ തടയുവാനും അതുപോലെ കൊളസ്ട്രോൾ, പൊണ്ണത്തടി, പ്രമേഹം എന്നിവയെ ശമിപ്പിക്കുവാനും ഇതിന് ഔഷധക്കൂട്ടുകളിൽ ഉപയോഗിച്ചു വരാറുണ്ട്. ഇതിൻ്റെ ഇല വേവിച്ചതിന് ശേഷം തോരനായിട്ടും ഇലക്കറിയൊക്കെ ആയിട്ടും ഈ ചായമാൻസ ഉപയോഗിക്കുവാൻ സാധിക്കും. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ ചായമാൻസി ഈ മായൻ വർഗ്ഗക്കാരുടെ ചായ എന്നതിന് പേര് പറയാം. ഇതൊരു അമേരിക്കനാണല്ലോ. പക്ഷേ അവിടെ ഈ അമേരിക്കൻ ഇന്നത്തെ അമേരിക്കൻകാരല്ല, പഴയ അമേരിക്കൻകാർക്ക് ഭയങ്കര ആരോഗ്യമാണ്. അത് ഈ ചായയാണെന്ന് പറഞ്ഞു. കാരണം ഇതിൽ ധാരാളം മൈക്രോ എലമെൻറ്റ്സ്, ന്യൂട്രീഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ രക്തചംക്രമണം വളരെ ശുദ്ധമാക്കും. അങ്ങനെ ഒരു ആരോഗ്യം നിലനിർത്താൻ, അതായത് ഫിസിയോളജി കീപ്പ് ചെയ്യാനുള്ള ഒരു ഗുണമുണ്ട്. പിന്നെ ഇത് കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതാണ്. ഈ പ്രമേഹക്കാർക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഔഷധം. ഫണ്ടക്കഷായമായിട്ട് ഉപയോഗിക്കാം. ചായ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറയാം. ഇതിൻ്റെ ഈ ഇല നന്നായിട്ട് ദിവസേന അരച്ച് ഇല അരച്ച് കഴിച്ചാലും ഈ കണ്ണിന് കാഴ്ച ശക്തി നന്നായിരിക്കും. അപ്പോൾ ഈ കണ്ണിന് കാഴ്ച കുറഞ്ഞ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഇതിനുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഇല അരച്ച് തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫലമാണ്.